വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇങ്ങനെ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു കുക്കിംഗ് വ്ലോഗ് ആട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ കുക്കിംഗ് വ്ലോഗ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്നലെ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ അത് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പ്ലാൻ ആയിരുന്നു. കാരണം ഞാൻ ഇന്നലെ തന്നെ അത് വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചു. ആ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പ്ലാൻ ആയിരുന്നു. പെട്ടെന്നാണ് അത് ബിരിയാണിയിലോട്ട് കൺവേർട്ട് ചെയ്തത്. കാരണം എന്തായാലും റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചോറ്, ഉപ്പേരി, കറി, റോസ്റ്റ്, ഇതാവുമ്പോൾ നെയ്ച്ചോറൊക്കെ റോസ്റ്റ് ഉണ്ടാക്കുക, ബിരിയാണി. അപ്പൊ ഞാൻ ചമ്മക്കും എനിക്ക് എന്താ സൗകര്യം അതുപോലെ ചെയ്തു പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബിരിയാണി ഇപ്പൊ എന്താ എല്ലാവർക്കും അറിയുന്നില്ലേന്ന്. പക്ഷെ ഓരോ ആൾക്കാരുണ്ടാക്കുന്നു ബിരിയാണി, ഓരോ നാട്ടിലും ബിരിയാണി വെവ്വേറെ വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് സ്പൈസസിലും വ്യത്യാസം, എൻ്റെയോടെ ഡിഫറെന്റ് ഉണ്ടാവില്ല. ചില സ്പൈസസിലും കാര്യങ്ങളിലും ഡിഫറെന്റ്. കാരണം തൃശ്ശൂർ ഞങ്ങൾ അവിടെ വെക്കുന്ന ബിരിയാണി അല്ല ഷൊർണൂര് ഉമ്മ വെക്കുന്ന ബിരിയാണി, കുറച്ച് സ്പൈസസിലും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ഇന്ത്യ സ്റ്റൈൽ ഓഫ് ബിരിയാണി എങ്ങനെയെന്ന് നോക്കാം. ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സെയിം പോലെ തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെയാണോ അതോ ഡിഫറെന്റ് ആണെന്നുള്ള കമന്റിൽ അറിയിക്കുക. എക്സ്പേർട്ട് കുക്കൊന്നും. പക്ഷെ ഇപ്പൊ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത്യാവശ്യം ഉണ്ടാക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. പണ്ടൊന്നും അത്ര കോൺഫിഡൻസ് ഉണ്ടായില്ല. ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഒരു കുഴപ്പമില്ല, ഉണ്ടാക്കാനുള്ള ഒരു അത്യാവശ്യം ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കുട്ടി വ്ളോഗിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കുക്കിംഗ് വ്ളോഗാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇനിയും കുക്കിംഗ് വ്ളോഗൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. സോ ഗൈസ്, ലെറ്റ്സ് മേക്ക് ചെമ്മീൻ ബിരിയാണി. അപ്പൊ നമ്മളെ ചെമ്മീനൊക്കെ ഇതാ കുട്ടപ്പനായിട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ അത്ര ഉപ്പും മുളകൊന്നും ഇട്ടില്ല. ഇനി ഒന്നും കൂടിയും ഒന്ന് നോക്കിയിട്ട് ഇട്ടിട്ട് പിന്നെ നമ്മൾ സെറ്റാക്കാം. നമ്മളെ ഫസ്റ്റ് പണി എന്താ വിചാരിച്ചാല്, ഇവിടെ കണ്ട ഇവിടെ തണവായിട്ട് വെളിച്ചെണ്ണ ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്നുണ്ടാവുക. അപ്പം നമുക്കിപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ വെളിച്ചെണ്ണയിലാണ്. ഞാൻ ചെമ്മീൻ ബിരിയാണി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് നല്ലത്. മീൻ ബിരിയാണി ആകുമ്പോൾ വെളിച്ചെണ്ണയിൽ പൊടിച്ചിട്ട് അതിൽ തന്നെ ഉണ്ടാക്കുന്നില്ല. അപ്പം ഞാനിത് മേലെ കൊണ്ടുപോയി വെക്കാൻ പോവുക. മേലെ നല്ല വെയിലുണ്ടാവും ടെറസിൽ. വേഗം ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ അങ്ങോട്ട് അലിഞ്ഞ് കിട്ടിക്കോളൂ. അപ്പം നമുക്ക് ആ പണി ഫസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ 2 ഗ്ലാസ് അരിയാട്ടം ഉണ്ടാക്കണേ. 2 ഗ്ലാസ് അരിക്ക് ഇങ്ങനെ സുമാറ് കണക്കാട്ട് അങ്ങനെ ഇന്ന കണക്കൊന്നുമില്ല. ഇപ്പൊ യൂട്യൂബ് അല്ല സാധാരണ കുക്കിംഗ് ചാനൽ ചെയ്യുന്നവർക്ക് കണക്കൊക്കെ ഉണ്ടാവില്ല. എനിക്കറിയില്ല. ഞാൻ പണ്ടൊക്കെ സ്ഥിരം ഞാൻ ഉമ്മാക്ക് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഉമ്മ ചോദിക്കും ഉമ്മ എത്ര ഉള്ളി എടുക്കണ്ടേ, എത്ര തക്കാളി കിട്ടി. ഇപ്പൊ ഞാൻ എല്ലാ ആഴ്ചയിലും ബിരിയാണി ഉണ്ടാക്കി ശീലായി. ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതനുസരിച്ച് അറിയാലോ എത്രയാണ് എടുക്കേണ്ടത്. ഇപ്പൊ ഉമ്മ ചോദിക്കാറൊന്നുമില്ല കേട്ടാ. അപ്പൊ ഞാൻ ഒരു 2 ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ 2 ഗ്ലാസ്സിനെയും 4 മീഡിയം സൈസ് ഉള്ളിയും 2 മീഡിയം സൈസ് തക്കാളി എടുക്കാറ്. പക്ഷെ ഇവിടെ തക്കാളി കണ്ടോ ഇത് കുറച്ച് വലിപ്പം കൂടുതൽ. അപ്പൊ ഇതിന്റെ ഒരു പകുതി എടുത്താൽ മതിയായിരിക്കും. പിന്നെ നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. ഞാൻ 5-6 പച്ചമുളക് എടുക്കുക. കാരണം ഞാൻ എന്റെ ബിരിയാണിയില് മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെ സംഭവങ്ങളൊന്നും ഇടില്ല. ഞാൻ ഉണ്ടാക്കുമ്പോൾ പറയാ. അപ്പൊ നമ്മൾ പച്ചമുളകാണ് കുറച്ച് മുന്നോട്ട് നിൽക്കുന്നത്. അപ്പൊ ഞാൻ 5-6 എടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ചാമക്കൊക്കെ എരിവ് ബിരിയാണി വല്ലാണ്ട് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞാനിപ്പോ ഉള്ളി അരിയിട്ടാ. അപ്പൊ നിങ്ങളിപ്പോ എന്റെ വയസ്സിനൊക്കെ മേലെ കാണുന്ന ആൾക്കാരുണ്ടാവും, വലിയ ആൾക്കാരുണ്ടാവും. അപ്പൊ ഈ ചെറിയ കുട്ടികൾക്ക്, ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാട്ടെ. വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ അത്ര സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളെ ഉമ്മാരൊക്കെ തെറ്റിക്കാലം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഐഡിയ അപ്പൊ നിങ്ങൾ കാണിട്ടാ. പിന്നെ നിങ്ങൾ കമന്റ്സ് ഒക്കെ അറിയിക്കാം. പിന്നെ ഇപ്പൊ ഈ ഗൾഫിൽ വന്നതിന് ശേഷം തോന്നിയിട്ടുള്ള കാര്യം എന്താ പറയുക, നമുക്ക് നല്ലപോലെ കുക്കിങ്ങിലൊക്കെ നല്ലപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. മറ്റേ നാട്ടിലാവുമ്പോ ഇപ്പൊ ഇക്കാട് വീട്ടിലാവുമ്പോഴായാലും ഇപ്പൊ കൂടുതലായിട്ടും ഉമ്മക്ക് ഇപ്പൊ അൽഹംദുലില്ല ആരോഗ്യ കാര്യങ്ങളൊക്കെ നല്ലതല്ലേ. ഉമ്മയാണ് മെയിൻ ആയിട്ട് എല്ലാ കുക്കിങ്ങും ചെയ്യാറ്. അപ്പൊ ഞാനിതൊക്കെ ഹെൽപ്പ് ചെയ്യലും ഇല്ലെങ്കിൽ അതുപോലെ ഫുൾ മീൻ നമ്മൾ കുക്ക് ചെയ്യില്ലല്ലോ. ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉമ്മ ചെയ്യാം. കാരണം ഇത്രയധികം ആൾക്കാരുണ്ടാകുമ്പോ ഉമ്മനെ ചെയ്യാം. നമ്മളതിക്ക് കൈകാര്യം ചെയ്യാറില്ല. നമ്മള് ഹെൽപ്പ് ചെയ്യലേ ഉണ്ടാവാറുള്ളൂ. നമ്മൾ ഉള്ളി അരിഞ്ഞെടുക്കുക, തക്കാളി അരിഞ്ഞെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞാനിപ്പോ നമ്മള് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മളിവിടെ വന്നിട്ട് കുക്കിംഗ് നമ്മൾ തന്നെയല്ലേ ഫുൾ ആയിട്ട് ചെയ്യണത്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഭയങ്കര സെറ്റ് ആയിട്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് നമ്മള് എവിടെയും മാറി നിന്ന് കഴിഞ്ഞാലാണ് നമ്മള് സ്വന്തമായിട്ട് കുക്കിങ്ങിലൊക്കെ നമ്മള് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. പിന്നെ വീട്ടിൽ ഞാൻ ഒന്നും ചെയ്യില്ലല്ലോ, ഉമ്മ അല്ല ചെയ്യാറ്. അപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ആദ്യമൊക്കെ നമ്മളിപ്പോ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഉമ്മമാരോട് ചോദിച്ചിട്ട് നമ്മൾ പഠിക്കും. അത് നമ്മൾ ഫസ്റ്റിൽ അങ്ങനെ തന്നെ. പിന്നെ നമ്മൾ ഉണ്ടാക്കി നമ്മളായാലും
ഇപ്പൊ ചിക്കൻ കറി ഒക്കെ ഞാൻ ആദ്യമൊക്കെ ഒരു മെത്തേഡ് കൂടെ മാത്രം ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ഇംപ്രൂവൈസേഷൻ ഇപ്പൊ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് ഇത്ര ടേസ്റ്റ് വരും. ഇപ്പൊ ഞാൻ ചിക്കൻ കറി ഒക്കെ ഇന്റേതായ രീതിയിൽ ഓരോന്നൊക്കെ ഇപ്പൊ നമ്മൾ കുക്കിംഗ് അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോ നമുക്ക് കുറച്ചും കൂടി എനിക്ക് പിന്നെ കുക്കിംഗ് ഭയങ്കര ഇഷ്ടാട്ടാ. എനിക്ക് എന്താണ് കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം, ക്ലീനിങ് തിരിച്ചു. പക്ഷെ രണ്ടും വേണം, ഒരു പെൺകുട്ടിയാവുമ്പോ രണ്ടും വേണം, അതൊക്കെ അറിയാം. പക്ഷെ ക്ലീനിങ്ങിനോടൊക്കെ എന്താണോ തീരൊരു ആ ഒരു മൈൻഡ് അങ്ങോട്ട് വരുന്നില്ല. കുക്കിംഗ് ആണ് എന്റെ ഒരു പീസ് എന്ന് പറഞ്ഞ പോലെ. എന്റെ ഗുരു എപ്പോഴും തുമ്പ്, കാരണം ചിലവരൊക്കെ യൂട്യൂബിൽ നോക്കിച്ചല്ലേ കുക്കിംഗ് പഠിക്കുക. പക്ഷെ ഞാൻ ഇതുവരെ ഒരു ഡിഷും യൂട്യൂബിൽ നോക്കി ചെയ്യാറില്ല. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്തുണ്ടാക്കണമെങ്കിലും ഉമ്മാക്കൾ ചോദിക്കും. ഉമ്മ പറയും ഇങ്ങനെ ഇങ്ങനെ, ഉമ്മ പറഞ്ഞനുസരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കട്ടെ. ഈ ബിരിയാണി ആയാലും ഉമ്മ ഉണ്ടാക്കണ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്, അല്ലെങ്കിൽ ഉമ്മ ചോദിച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള്. അപ്പൊ ഞാൻ മുഴുവനായിട്ട് അരിയിട്ട് എന്നിട്ട് നമുക്ക് ഇനി മസാല ഒക്കെ ഉണ്ടാക്കുമ്പോ കാണാം കേട്ടോ. അപ്പൊ ഞാനിവിടെ 2 ഗ്ലാസ് അരിയാട്ടോ എടുക്കണത്. അപ്പൊ 2 ഗ്ലാസ് വയനാടൻ കൈമല്ലെങ്കിൽ ജീരകശാലയോട് യൂസ് ചെയ്യാറ്. അതിന്റെ കണക്കനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് വയനാടൻ കൈമക്കലും ജീരകശാലക്ക് 2 ഗ്ലാസ് അരിക്ക്, അതായത് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള കണക്കിനാണ് വെള്ളം ഒഴിക്കുക. അത് ഷാമിയാക്കൊക്കെ അങ്ങനെ, ഷാമിയാക്കൊക്കെ ഇങ്ങനെ ഉണ്ട പോത്ത് ബിരിയാണി തീരെ പറ്റില്ല, വെറുന്ന് കിടക്കൂലേ, അങ്ങനത്തെ ബിരിയാണി ഇഷ്ടമുള്ളൂ. അപ്പൊ ആ കണക്കിൽ ഞാൻ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് അങ്ങനെ നമ്മൾ നല്ല വെറു എന്നുള്ള ബിരിയാണി കിട്ടും പോട്ടോ. അപ്പൊ അങ്ങനെയാണ് കണക്ക്. ഞാനിപ്പൊ ഇക്ക് വീഡിയോ എടുക്കുമ്പോ കണക്കൊക്കെ പറഞ്ഞ് ഇക്കന്നെ ചിരി വരിക. ഞാൻ എന്തോ വലിയ സംഭവമായ പോലെ ഇക്ക് ചിരി വരുന്നത്. ഇത് ഉമ്മ ആണുമ്പോ ഉമ്മ കേൾക്ക, ഇവളെ ആരാ ഇവിടെ ഇന്നോട് ചോദിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കിയുള്ള ആളാ കേൾക്കും ഉമ്മ. ഇപ്പൊ ഏകദേശം ഇപ്പൊ അങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഷാമയ്ക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തീരെ പറ്റില്ല. ഷാമയ്ക്കിന് വെറു എന്നുള്ള വേണം. മൂപ്പരാൾക്ക് ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര ഇതാ. അത് ഫുഡിന്റെ കാര്യത്തിൽ കുറെ ഇങ്ങനെ തിന്ന് എക്സ്പ്ലോർ ചെയ്തുള്ള ആളായതുകൊണ്ട് ഫുഡിന്റെ കാര്യത്തിൽ മൂപ്പരാൾക്ക് നന്നായിട്ട് അറിയാം. അതായത് ഇത്ര വേണം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് കറക്റ്റ് ആയിട്ടുള്ളത് മൂപ്പരാൾക്ക്. അപ്പൊ നമ്മളങ്ങനെ 2 ഗ്ലാസ്, ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ്, ഇത് 250 അല്ല, 250 ഗ്ലാസ് അല്ല, എനിക്ക് തോന്നുന്നു അതിനായിട്ട് കുറച്ച് കൂടുതലാണ്. കാരണം നമ്മള് 1 കിലോന്റെ അരിയൊക്കെ മേടിച്ച് ഇതിലിടുമ്പോ 4 ഗ്ലാസ്സൊന്നും കിട്ടാറില്ല. അപ്പൊ കുറച്ച് കൂടുതലുണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും വേണ്ടില്ല. അപ്പൊ ഞാനങ്ങനെ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് 10 മിനിറ്റ് കുതിർക്കാൻ വെക്കും കേട്ടോ. ഒരു 10 മിനിറ്റ് കഴുകിയിട്ട് കുതിർക്കാൻ വെക്കും. എന്നിട്ടാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുക. അതൊക്കെ പറ്റിച്ച് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഞാനത് ഉപ്പ് നോക്കിയപ്പോ ഉപ്പൊക്കെ കറക്റ്റ് ആക്കാം. അപ്പൊ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പുണ്ടാകും. അപ്പൊ നമ്മൾ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. നല്ല ഡീപ് ഫ്രൈ വേണ്ട, കാരണം അത് റബ്ബർ പോലെ ആയതിന് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മള് ഓരോ ട്രിപ്പായിട്ട് ഇവിടെ പൊരിച്ചെടുക്കാം. ഞാൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുപ്പ് ചൂടായിട്ടുണ്ട് നെയ്ച്ചോറിന്. നമുക്ക് 1 സ്പൂൺ ചൂടായിട്ട് നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായൊക്കെ ഇട്ടെടുക്കാം. കുറച്ച് ഒരു പകുതി ഉള്ളി അരിഞ്ഞിട്ടുണ്ടെന്ന് അത് ഇതിക്കുക. നല്ലപോലെ ഇളക്കിയെടുക്കാം. നമുക്കിതൊക്കെ നെയ്ച്ചോറായിട്ട് ഇടാം. എന്താ വെച്ചാൽ ഞാൻ അരി നല്ല പോലെ ഒന്ന് വറുത്തെടുക്കും. വറുത്തെടുത്തിട്ടാട്ട ചൂടുവെള്ളം ഒഴിക്കുക. അല്ലി ഒന്ന് നല്ലപോലെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. വറുത്ത് നല്ല പോലെ ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഉണ്ടാക്കുമ്പോൾ നല്ല ഇത് കിട്ടും, വറുവറൊന്ന് കിട്ടും. അപ്പൊ അരി ആദ്യം വറുത്തെടുക്കുക. അതൊരു വേറെ ടിപ്പിട്ടാ. അരി വറുത്തെടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഇതൊക്കെയാണ് ഒരു ടിപ്പ്. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലേക്ക് വയ്ക്കാം. വെള്ളം തിളച്ച വെള്ളം ഒഴിക്കുക. എന്നിട്ട് പിന്നെ ഉപ്പിടുക.
നാരങ്ങാനീര് പിഴിയാം. നല്ലപോലെ ഇളക്കുക. കുറച്ച് വേണമെങ്കിൽ നെയ്യ് വെച്ച് കൊടുക്കുക. ഇളക്കുക. കള വന്ന് ഇങ്ങനെ വെള്ളം അരിയും കൂടി ഒപ്പായി കഴിയുമ്പോൾ നമ്മളൊന്ന് ഓഫാക്കുക. ഓഫല്ല, മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വെച്ചിട്ട് നോക്കുക. ട്രിപ്പ് ചെമ്മീനും കൂടി ഇട്ട് കഴിഞ്ഞ് വെള്ളം അരിയും കൂടി ഏകദേശം ഒപ്പായി കഴിഞ്ഞ് നമ്മൾ ഓഫാക്കിയിട്ട് ഒരു ടിഷ്യൂ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് ടിഷ്യൂ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിലാക്കുക. നല്ല ലോ ഫ്ലെയിമിലാക്കി 10 മിനിറ്റ് വെക്കുക. അങ്ങനെ നെയ്ച്ചോറിനുള്ളത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് നോക്കണം. പിന്നെ ചെമ്മീൻ ലാസ്റ്റ് ട്രിപ്പ് പൊരിച്ച് കയറിയപ്പത്തിന് ഐബൂന് പാല് വേണം വേണ്ടി പോയത് കേട്ടോ. ഐബു എന്താ വെച്ചാൽ ഷാമിയാക്കറ്റ് കളിച്ച് കഴിഞ്ഞപ്പോൾ ഷാമിയൊക്കെ കുറക്കാൻ വേണ്ടി ഷാമിയൊക്കെ പോയി. മൂപ്പിളക്ക് പാല് കണ്ട പാല് പറ്റി ഓളിടുന്നുണ്ട്. പിന്നെ പാല് കൊടുത്തിട്ട് അവനെ ക്യാബിലൊന്ന് ഒതുക്കി എടുത്തിട്ട് എന്നിട്ട് വരാട്ടാ. ബാക്കി കാണാം. ചെമ്മീൻ പൊരിച്ചതിന്റെ ബാക്കിയുള്ള എണ്ണയിലാണ് ഇപ്പൊ നമ്മള് ഉള്ളി വറ്റാൻ പോണത്. എന്നിട്ട് ഇത്ര എണ്ണ മതി, കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിൽ എണ്ണ നമ്മള് ഉള്ളി ആദ്യം ഇട്ടിട്ടൊന്ന് വയറ്റെടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് തക്കാളിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വറ്റാം. ഉള്ളി ആദ്യം ജസ്റ്റ് അതിൽ കിടന്നൊന്ന് വഴയട്ടെ. എണ്ണയിലൊക്കെ കിടന്നിട്ടൊന്ന് നമുക്ക് ജസ്റ്റ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വഴയാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി വഴയാൻ വേണ്ടിയിട്ട് കുറച്ച് മതി. കാരണം മസാല ഉപ്പുണ്ട്, അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ഉപ്പിടാം. ചെമ്മീനിൽ ഉപ്പുണ്ടല്ലോ, അപ്പോൾ നോക്കിയിട്ട് ഇടാം. കുറച്ച് അവിടെ കിടന്നിട്ട് ഉള്ളി വഴഞ്ഞെടുക്കട്ടെ. ഉള്ളി ഇങ്ങനെ വഴഞ്ഞ് കുറച്ചിങ്ങനെ കളർ മാറുന്ന സമയത്ത് നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഇതിൽ നമ്മൾ അധികം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ പാടില്ല. അപ്പൊ അതിന്റെ ആ ഒരു റോ ടേസ്റ്റ് കിട്ടില്ല. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടി ഞാൻ സെറ്റാക്കി വെച്ചതാണ്. അതായിക്ക് ഇടുക. എന്നിട്ട് നല്ലോണം നമ്മള് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇട്ടിട്ട് മിക്സ് ആക്കുക. അപ്പൊ ഞാൻ എന്താ പറഞ്ഞ കാര്യം എന്താ വെച്ചാ, ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇതിന്റെ ഒരു ബിരിയാണിത്തെ നമുക്ക് തക്കാളി ഇടട്ടോ. സോറി. അപ്പൊ ഉള്ളിയൊക്കെ അതിന്റെ തക്കാളി ഇട്ടിട്ട് ഇനി തക്കാളി ഒന്ന് ഇരുന്നിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പൊ നമുക്ക് മൂടി വെക്കാം. തക്കാളി ഒന്ന് വയാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇതുള്ളത് മൂടി വെച്ചിട്ട് ഒന്ന് ഇതാക്കി വെച്ച് തക്കാളി വേഗം വഴിയും. മെയിനായിട്ട് പറയുന്നത് ഇതിൽ നമ്മൾ തീരെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇത്തിരി, വേറെ ഒന്നും ഇടില്ല. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താ വെച്ചാൽ പെരിഞ്ചീരക പൊടി. അതാണ് നമ്മൾ ഈ ബിരിയാണിക്കൊന്ന് ടേസ്റ്റ് ബൂസ്റ്റ് ചെയ്യുന്ന സാധനം. പെരിഞ്ചീരക പൊടി ഒരു 1.5 സ്പൂൺ നല്ലപോലെ ഇടുക. പിന്നെ എരിവ് കുറവാണിച്ച് കുരുമുളക് പൊടി ഇടുക. വേറെ നമ്മൾ പൊടികളൊന്നും ഇതിൽ ചേർക്കില്ല. അതാണ് ഇതിന്റെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ്. എത്ര ആൾക്കാർ ഇത് ഇങ്ങനെ പെരിഞ്ചീരക പൊടി കൂടുതലിട്ടിട്ട് ചെയ്യണമെന്ന് പറയട്ടോ. കമന്റ് ചെയ്യോ പ്ലീസ്. മസാല ഏകദേശം ഇങ്ങനെ തക്കാളിയൊക്കെ ഉടഞ്ഞ് നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ്, ഞാൻ നേരത്തെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടാ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പുതിന ഇടാം മതി. ഫസ്റ്റ് ഉള്ളി വഴറ്റുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്നും കൂടി ഒന്ന് ഉടയട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പൊ മസാല നല്ല ഇങ്ങനെ കുറുകി വരുന്നത് ആ സമയത്ത് നമുക്ക് എരിവ് കുറവാട്ടാം. എരിവ് കുറവ് നമ്മൾ അതനുസരിച്ച് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഗരം മസാല അധികം ഇടണ്ട. കാരണം നമ്മൾ മീനിന്റെ സംഭവങ്ങളല്ലേ, ചിക്കൻ ഇല്ലല്ലോ. അപ്പൊ ഇത്തിരി ഗരം മസാല നമ്മളൊരു ഇതിന് വേണ്ടിയിട്ട് ഇടാം. മീനായതുകൊണ്ട് മാത്രം ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചിക്കൻ ബിരിയാണി വെച്ച് മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്. പിന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പെരിഞ്ചീരകപ്പൊടി. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സാധനം ഇട്ടാ. ഇതിൻ്റെ ഉമ്മാടന്ന് കിട്ടുള്ള. അപ്പം പെരിഞ്ചീരകപ്പൊടി നല്ലപോലെ ഇടാം. നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് നല്ലപോലെ അങ്ങനെ ഇളക്കി. പിന്നെ സാധനം പറഞ്ഞു, നമ്മൾ മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തൈര് ചേർക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നാരങ്ങ നീരാണ്. അപ്പൊ ഞാൻ ഒരു സ്പൂൺ ഓഫ് നാരങ്ങ നീര് ഇതില് കാണാൻ നമുക്ക് കണ്ടാവില്ല. ഇതിലുണ്ട്. അപ്പൊ നമ്മൾ ഒഴിക്കുമ്പോൾ കാണണ്ട. ഇത് ഒഴിക്കാം, നാരങ്ങ നീര് ഒഴിക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി.
തൈരിന് പകരമാണ് നമ്മൾ നാരങ്ങ നീര് ഒഴിക്കുന്നത്. ബാക്കിയുള്ള മല്ലിച്ചപ്പ് പുതിന നമുക്ക് ദമ്മിടുമ്പോൾ ഇടാം. സെറ്റ് ആയിട്ട് ഇതൊക്കെ സെറ്റ് ആയിട്ട് അപ്പൊ നമുക്ക് ചെമ്മീനിടാ. ചെമ്മീൻ ഇട്ടിട്ട് നമ്മൾ നല്ല പോലെ ഇളക്കുക. ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. കറക്റ്റ് മസാല ഞങ്ങൾക്ക് വീഡിയോ ഇങ്ങോട്ട് എടുത്തിട്ട് കാണിച്ചു അപ്പൊ നിങ്ങൾക്ക് കാണുമോ. കണ്ടാ നല്ല മസാല നല്ല കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഞങ്ങളതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ആ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ചോറ് നമ്മളിവിടെ അടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിക്ക് ചെമ്മീൻ്റെ മസാല ആദ്യം ഇടാം. ഫുള്ള് മസാല നമ്മൾ ഒരു 2 ലെയർ ആക്കണോളൂ കേട്ടോ. അപ്പൊ ആദ്യം ഫുള്ള് മസാല നമുക്ക് ചോറ് മിക്സ് ആക്കിയിട്ട് ഇടാം. മസാല എല്ലാം സെറ്റായിട്ടാ. എന്താ പോലെ ഉപ്പൊക്കെ കറക്റ്റാവും ഞാൻ വിചാരിക്കണേ. മല്ലിച്ചപ്പ്, കുറച്ച് മല്ലിച്ചപ്പ് പുതിന, ഇത്തിരി ഗരം മസാല. നമ്മൾ ചോറ് വീണ്ടും ഇടാം. ലാസ്റ്റ് ലെയർ ഓഫ് ചോറ് ഇടാം. ചോറുണ്ട നല്ല ഇങ്ങനെ വെറുതെ ഞാൻ പറഞ്ഞു അതാ വരുന്നു. അപ്പൊ നമ്മള് ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ളതാണ്. ലാസ്റ്റ് ലെയർ കുറച്ച് മല്ലിച്ചപ്പ് പൊതിന ഇടുക. കുറച്ചധികം നെയ്യ് ഒഴിക്കുക. കാരണം നമ്മള് നെയ്ച്ചോറിന് അധികം നെയ്യിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നെയ്യ് കുറച്ചിങ്ങനെ തൂവി കൊടുക്കുക. എന്നാലാണ് അടിക്കൊക്കെ നെയ്തെല്ലാം കിട്ടുള്ളൂ. അപ്പൊ നമ്മളെ ബിരിയാണി അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ദമ്മിടാം. അപ്പൊ ഞാൻ ബിരിയാണി നല്ല ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഉണ്ട് നോക്കാട്ടോ. ഗൈസ്, ബിരിയാണി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. എന്താ കളറൊക്കെ ഉണ്ടല്ലേ, സൂപ്പർ. ചോറ് ഇങ്ങനെ വെറു സെറ്റും കണ്ട സൂപ്പർ ബിരിയാണി ആയിട്ടുണ്ട് ഗൈസ്. സൂപ്പറല്ലേ? ഷാമിയൊക്കെ തിന്നോണ്ടിരിക്കണേ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. കാര്യത്തില് പറയും. അടിപൊളി. കാര്യത്തില് പറയും. ഞാൻ എന്റെ ജാസി ഉണ്ടാക്കിയോട് പറയല്ല, അടിപൊളിയായിട്ടുണ്ട്. ഷാമിയൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. വെറുതെ ഓവറൊക്കെ ഷാമിയൊക്കെ പറ്റിയ പോലെ കണ്ട അരിയൊക്കെ വേറെ ഇങ്ങനത്തെ ബിരിയാണി ഷാമിയൊക്കെ ഇഷ്ടമുള്ളൂ. മറ്റേത് ഇഷ്ടമല്ല ഉണ്ടായത്. നന്നായിട്ടുണ്ട് പറഞ്ഞു. ഫസ്റ്റ് തന്നെ അടിപൊളിയാണ്. പിന്നെ ഷാമിയക്കടെ മുഖം ഉറക്കത്തിൽ നെഞ്ചോട് കാണിക്കണ്ട പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ക്ലിപ്പിങ് ഇടാണ്ടിരുന്നത്. എന്നെ വീണ്ടും പറയിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ഞാൻ എൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഉണ്ടാക്കുന്നത് പറയല, എല്ലാം കറക്റ്റ്. ഉപ്പൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവിന്റെ കുറച്ച് കുറവ്. നമുക്ക് എരിവില്ല ഇഷ്ടമില്ല പറഞ്ഞ ബിരിയാണിയിൽ. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. നമ്മൾ ഉണ്ടാക്കിയത് നന്നാകുമ്പോൾ സംതൃപ്തി തരും. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വ്ളോഗ്. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അടിപൊളി ബിരിയാണി ആവാളത്, അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു.